ഇതാണ് സ്ലാബ് സിലിണ്ടർ. കണ്ടോ സൗണ്ട് കണ്ടോ? ഇതിനകത്ത് നിന്ന് ഗ്രീസിൻ്റെ അംശമെല്ലാം കുറഞ്ഞ് ക്ലച്ചിൻ്റെ ടൈറ്റും കാരണമാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ഈ ഫോർക്ക് ലിവറിൽ ഇതിന് കുറച്ച് ഗ്രീസ് വേണം വർക്ക് ചെയ്യാനായിട്ട്, മുമ്പോട്ടും ബാക്കിലോട്ടും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഗ്രീസിൻ്റെ അംശം ഇല്ലെന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവും. ചവിട്ടിക്കോ, ചവിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 2007 ഇന്നോവ. അപ്പോൾ ഇത് നമ്മളെ വർക്ക്ഷോപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വലിയ വിള എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചാണ് മെയിനായിട്ടുള്ള വിഷയം. സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടി 2007 വണ്ടി ആയാലും വണ്ടി 1,00,000 ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഞാൻ ഓടിച്ച് നോക്കിയപ്പം വേറെ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എഞ്ചിനൊക്കെ ഭയങ്കര സ്മൂത്താണ്. വണ്ടി വലുതായിട്ട് ഓടി അലഞ്ഞൊരു വാഹനമല്ല. അപ്പോൾ നമ്മൾ കെയർ ചെയ്ത് ഓടുന്ന വാഹനമാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ട്. അപ്പോൾ വാഹനം നമ്മളെ റാമ്പിലിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടുമ്പോൾ ഭയങ്കര രീതിയിലുള്ള ഹാർഡാണ്. അപ്പോൾ ഇത് എയർ ബാഗൊക്കെ വരുന്നൊരു വാഹനമാണ്. അപ്പം ക്ലച്ച് ഭയങ്കര ടൈറ്റാണ്. ഈ ടൈറ്റിനോടൊപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. നമ്മളെ ഗിയർ ബോക്സിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ ഒരു കരച്ചിൽ പോലത്തെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ്. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ അടിസൈഡിൽ ഒരാൾ ക്ലച്ച് ചവിട്ടിയിട്ട് നമുക്ക് സൗണ്ട് കേൾപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സൈഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് വർക്കുണ്ട്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ബോക്സ് ഓയിൽ, ഡീസൽ ഫിൽറ്റർ, ഹൗസിങ് ഡിഫറൻസ് ട്യൂബ് ഓയിലാണ്. ആ ഓയിൽ മാറണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. സസ്പെൻഷൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടിയുടെ A to Z എന്തൊക്കെ വർക്കുണ്ടോ അതെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. 2 ദിവസത്തെ വർക്ക് ഞാൻ പറഞ്ഞായിരുന്നു. കസ്റ്റമർ വണ്ടി ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,22,587 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പക്ഷേ വണ്ടി കണ്ടിട്ടും ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വണ്ടിയുടെ എഞ്ചിൻ നോക്കുമ്പോഴും വണ്ടിയുടെ അടിസൈഡിൽ നോക്കുമ്പോഴും ഈ ഒരു കിലോമീറ്ററിൻ്റെ ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു മറിച്ചിട്ടില്ല, കിലോമീറ്റർ മറിക്കാത്തൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ അകസൈഡ് ആയാലും ഞാൻ കാണിക്കാം. ഇന്നോവ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. 2007 വണ്ടി ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടാൻ പാടാണ്. നല്ല രീതിക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ ക്ലച്ചിൻ്റെ വർക്ക് കാണിക്കുക എങ്ങനെയാണെന്ന്. അടിസൈഡിൽ ഒരാൾ ക്ലച്ച് ചവിട്ടിയിട്ട് നോക്കാം. എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ് കേട്ടോ. വണ്ടി വലിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, വലിയ സൗണ്ടോ ബഹളമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പോൾ എത്ര വർഷമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷമായ ഒരു വാഹനമാണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് 18 വർഷം. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ആകാൻ പോകുന്നൊരു വാഹനമാണ്. ക്ലച്ച് ചവിട്ടിക്കുക. ഇതാണ് സ്ലാബ് സിലിണ്ടർ. കണ്ടോ സൗണ്ട് കണ്ടോ? ഇതിനകത്ത് നിന്ന് ഗ്രീസിൻ്റെ അംശമെല്ലാം കുറഞ്ഞ് ക്ലച്ചിൻ്റെ ടൈറ്റും കാരണമാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ഈ ഫോർക്ക് ലിവറിൽ ഇതിന് കുറച്ച് ഗ്രീസ് വേണം വർക്ക് ചെയ്യാനായിട്ട്, മുമ്പോട്ടും ബാക്കിലോട്ടും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഗ്രീസിൻ്റെ അംശം ഇല്ലെന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവും. ചവിട്ടിക്കോ, ചവിട്ട്. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ടൈറ്റ് കാരണത്തിലാണ് ഈ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. ഒന്നുകൂടി ചവിട്ട്. ആണോ? ഈ സൗണ്ടും ക്ലച്ച് ടൈറ്റുമാണ് വിഷയം. അപ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ ഗിയർ ബോക്സ് ഇളക്കണം. നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്വാളിറ്റിയിലെ ഒരു വീഡിയോ വാഹനം കണ്ടതുകൊണ്ടാണ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇളക്കണം, ഈ ഒരു ക്രോസ് ഇളക്കണം, ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ചുറ്റ് ബോൾട്ട്, സ്ലാബ് സിലിണ്ടർ, സ്റ്റാർട്ടർ മോട്ടർ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഗിയർ ബോക്സ് വെളിയെടുത്ത് ക്ലച്ച് മാറാം. ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ അടിസൈഡ് ആയാലും എഞ്ചിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓയിൽ ലീക്ക് ഒന്നുമില്ല. നല്ല സ്മൂത്താണ്. സസ്പെൻഷനും വലിയ അടിപിടി കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓടിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല വണ്ടി. ഇത് നമുക്ക് ഗിയർ ബോക്സ് ഇളക്കിയിട്ട് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതിനോടൊപ്പം നമ്മൾ ഓയിൽ ചോർത്തുള്ള ട്രെയിൻ ബോൾട്ടാണ്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർവീസ് വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. സിന്തറ്റിക് ഓയിലായിരിക്കും മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അങ്ങനെ ഇന്നോവയുടെ ഗിയർ ബോക്സ് നമ്മൾ ഇളക്കിയെടുത്തു. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ കസ്റ്റമറിന് കാണണം ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവരെ വണ്ടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് ഇടാം. അപ്പം നമ്മൾ സബ്സ്ക്രൈബറിന് കാണാം, നിങ്ങൾക്കും കാണാം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ച് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. നമ്മൾ ക്ലച്ച് ഗിയർ ബോക്സ് ഇളക്കിയെടുത്തു. ഗിയർ ബോക്സ് ഇതായി കാണുന്ന റിലീസ് ബെയറിംഗ് മുഴക്കമുണ്ട്. എപ്പോൾ നമ്മൾ ക്ലച്ച് മാറിയാൽ റിലീസ് ബെയറിംഗ് മാറിപ്പോണം. പിന്നെ ഫോർക്ക് ലിവറിൽ ഗ്രീസും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഗ്രീസ് വേണം കേട്ടോ, ഒരുപാടല്ല, ഓവറല്ല. അപ്പോൾ നമുക്ക് ക്ലച്ച് നോക്കിയപ്പോൾ ക്ലച്ച് തീർന്ന് മട്ടമായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ലേ, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൂടി തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോ കൂടി ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പാടാണ്, വീഡിയോ എടുക്കുന്നതും പണി ചെയ്യുന്നതും എല്ലാം പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ ലാപ്സ് ഇട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഗിയർ ബോക്സ് ഇളക്കുന്നത്. അങ്ങനെ ക്ലച്ചാണ് ഈ കാണുന്നത്. ക്ലച്ച് തീർന്ന് മട്ടമായിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ തീർന്നെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. രണ്ടാമത്തെ കേസ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിംഗറാണ് ടൈറ്റ്. ഇത്രയും ഫിംഗർ ഉണ്ടോ, ഇതാണ് ടൈറ്റ്. സൗണ്ടും വരുന്നത് ഈ ഫിംഗറിലെ സൗണ്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ തീർന്ന് മട്ടമായി കഴിഞ്ഞാൽ എന്താണ്ട് ഈ ഫിംഗർ എല്ലാം കൂടി ബാക്കിലോട്ട് വരും. കണ്ടോ, എല്ലാം ബാക്കിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർന്ന് മട്ടമായി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് 6 ചുറ്റുപാട് ഇളക്കി നമുക്ക് ഇതിൻ്റെ ക്ലച്ച് ഇളക്കി എടുക്കണം. ഫ്ലൈ വീൽ നമുക്ക് ചെക്ക് ചെയ്യണം. സ്റ്റാർട്ടർ ഇളക്കി മാറ്റിയാൽ നമുക്ക് ഗിയർ ബോക്സ് ഇളക്കാൻ പറ്റും. പിന്നെ ജോയിൻറ്റ് ഇതാ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടത് ഹൗസിങ്, ഡിഫറൻസ് ട്യൂബിൽ ഹൗസിങ് ഓയിൽ 2 ലിറ്റർ മാറണം. ബ്രേക്ക് ചെക്ക് ചെയ്യണം. ബാക്ക് റിയർ ഷോക്ക് അബ്സർ നോക്കണം. എല്ലാം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മൊത്തം ഒന്ന് പൊളിച്ച് നമ്മൾ സെറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ നോക്കും. സസ്പെൻഷൻ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഓയിൽ നമ്മൾ ചോർത്തി വിട്ട് ഓയിൽ ഡ്രെയിൻ ഇട്ട് അടച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് മാറണം. ഡീസൽ ഫിൽറ്റർ മാറണം. ഇപ്പോൾ കസ്റ്റമർ എടുത്ത വണ്ടിയാണ്, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഓടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വർക്ക് ആദ്യം തന്നെ വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചാണ്. ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തു. ക്ലച്ച് ഇതിൽ കിടന്നിരുന്ന ഒറിജിനലാണ്, പക്ഷേ ക്ലച്ച് തീർന്ന് മട്ടമായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇളക്കണമെന്ന് തോന്നുന്നു. അതാണ്ട് റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥയായിട്ടുണ്ട്, മട്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രഷർ പ്ലേറ്റിൽ ക്ലച്ച് ഡിസ്ക് റിവേറ്റ് പിടിച്ച് പഴുത്തിട്ടുണ്ട്, മൊത്തം ഫേസിങ് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും ലുക്ക് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റിലീസ് ബെയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യണം. റിലീസ് ബെയറിംഗ് ടെക്സ്പിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്, അത്യാവശ്യം അതും ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ലുക്കാണ് ഒരുപാട് വണ്ടിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിക്കും ലുക്ക് ലാസ്റ്റ് ചെയ്യുമോ കിടക്കുമോ, പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിലും ഞാൻ വർക്ക് ചെയ്തതിലും ഒരുപാട് വണ്ടികളിൽ കസ്റ്റമർ റിവ്യൂ ഞാൻ അറിഞ്ഞതിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഏകദേശം ഒരു 70,000 1 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റുന്ന ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് താങ്ങുന്നു എന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഓടിക്കും പോലെ ഇരിക്കും. ക്ലച്ച് എത്ര കിടക്കും എന്നൊക്കെ ഓരോ കസ്റ്റമർ ചോദിക്കും. ഞാൻ പറയും ഓരോരുത്തർ ഉപയോഗിക്കും പോലെ ഇരിക്കും. ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടി ഒരു അശോക് ലൈലാൻഡ് ദോസ്ത് കേട്ടോ, ചെറിയ വണ്ടി 1500 കിലോമീറ്ററിൽ ക്ലച്ച് തീർത്ത് കരിച്ച് കൊണ്ടുവന്നു. ഞാൻ വർക്ക്ഷോപ്പിൽ വെറും പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് 1500 കിലോമീറ്ററിൽ ഞാൻ ക്ലച്ച് മാറിയിട്ടുണ്ട് ആ വണ്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര കിലോമീറ്റർ കിടക്കും. ഓരോരുത്തരും ഓടിച്ച് തേരിയിലൊക്കെ താങ്ങിക്കഴിഞ്ഞാൽ കിലോമീറ്റർ അല്ല ഓടിക്കുന്നതിൻ്റെ ഫീലായിരിക്കും. നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് നമുക്ക് ഓടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, വിലയിലും അത്യാവശ്യം കുറവെന്ന് വേണം പറയാനായിട്ട്. കേട്ടോ, 6193 രൂപ റേറ്റുള്ളൂ. പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടോ ഇന്നോവ 2.5 ലിറ്റർ ഡീസൽ ഇന്നോവ. അപ്പോൾ നമ്മളതിൽ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ടെക്സ്പിൻ്റെ റിലീസ് ബെയറിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുമ്പോൾ ഏകദേശം 1416 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ റിലീസ് ബെയറിംഗ്. ഈ ടെക്സ്പിൻ അത്യാവശ്യം നല്ല കമ്പനിയാണ് കേട്ടോ. ടെക്സ്പിൻ നമ്മൾ ഒരുപാട് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ഗിയർ ഷാഫ്റ്റ് ക്ലച്ച് സെൻറ്റർ കൊടുത്തിരിക്കും കേട്ടോ. ക്ലച്ച് സെൻറ്റർ നമുക്ക് എളുപ്പമാണ്. ഇതിനെ സെൻറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ക്ലച്ചിട്ട് മുടുക്കാനായിട്ട്. ഗിയർ ബോക്സ് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് കയറി ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഒരുപാട് വണ്ടിക്ക് മാറ്റിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ പഴയതാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കസ്റ്റമറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ, അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, റിലീസ് ബെയറിംഗ്, പ്രഷർ പ്ലേറ്റ്, സ്റ്റിയറിംഗ് വീല്, ടർബോ ചാർജർ. ടർബോയൊക്കെ ഒരുപാട് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡ് ഗ്യാസ്കറ്റ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, കാണാനുമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും നമുക്ക് നോക്കാം. ഇതായി കാണുന്ന പ്രഷർ പ്ലേറ്റ് ഭയങ്കരമായിട്ട് സ്മൂത്താണ് കേട്ടോ. നമ്മൾ 8 മുടിക്ക് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഒരു വിരലിൽ നമുക്ക് ചവിട്ടാമെന്നുള്ളതാണ് ഈ ഒരു പ്രഷർ പ്ലേറ്റ്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്കും ഫ്രീ ആണ്. അത്രത്തോളം ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. ഇത് ടൈറ്റ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ സിഗ്നലിലും വണ്ടി ബ്ലോക്കായി കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് കയറിയിട്ട് ക്ലച്ച് ചവിട്ടി അങ്ങ് അമർത്തി വെച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും പെട്ടെന്ന് ടൈറ്റ് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ടൈറ്റ് വരാതിരിക്കാൻ നമ്മൾ ട്രാഫിക്കിലും സിഗ്നലിലും ബ്ലോക്കിങ് കിടക്കുന്ന സ്ഥലത്തൊക്കെ ന്യൂട്രാക്കി ഇടുക. ക്ലച്ച് ചവിട്ടാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രാക്കി ഇടുക. അപ്പോൾ ന്യൂട്രാക്കിയിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് അമർത്തിക്കൊണ്ടിരിക്കേണ്ട,
പിന്നെ ക്ലച്ചിൽ ലോഡ് വരത്തില്ല, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ടൈറ്റ് വരത്തില്ല, അതങ്ങനെയൊക്കെ ഉപയോഗമുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹൈഡ്രോളിക് വരുന്ന വാഹനമാണെങ്കിൽ ഹൈഡ്രോളിക്കിൽ ഫ്ലൂയിഡ് വഴിയായിരിക്കും പിസ്റ്റൺ ലോഡ് ചെയ്ത് തള്ളി നിർത്തിക്കുന്നത്. അപ്പോൾ ആ പിസ്റ്റൺ കംപ്ലയിൻറ്റ് വരാം. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിൻ്റെ ഈ ഫിംഗറുകൾ കംപ്ലയിൻറ്റ് വരാം. ഇതെല്ലാം പരിഹരിക്കാനാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. തേരിയിലൊക്കെ താങ്ങരുത്. തേരിയിലൊക്കെ ഫസ്റ്റ് ഗിയർ വെച്ച് നല്ല കയറ്റമാണെങ്കിൽ താഴ്ന്ന ഫസ്റ്റ് ഗിയർ വെച്ച് പോവുക. അത്യാവശ്യം സ്പീഡ് എടുക്കരുത്. സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ വേറെ ഓവർടേക്കിംഗ് വണ്ടി, നമ്മൾ ഒരു തേർഡ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലൊക്കെ കയറി പോകുന്ന വാഹനമാണെങ്കിൽ നമ്മളൊരു വണ്ടി ഇറക്കത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡ് കൊടുക്കുകയില്ല, നമ്മൾ പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് വീണ്ടും താങ്ങി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് തീരുന്നത്. പിന്നെ ക്ലച്ച് ഡിസ്ക് നിങ്ങൾക്ക് താങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, താങ്ങിയാലേ വണ്ടി മുന്നോട്ട് പോകും എന്നുള്ള രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ താങ്ങണ്ടെന്ന് പറയാനില്ല, താങ്ങിയെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്ങി എടുത്തതിന് ശേഷം ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ, പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വണ്ടി ഒരു 2-3 മണിക്കൂർ അവിടെ ഓഫ് ചെയ്തിടുക. അങ്ങനെ വെച്ച് തന്നെ പോകരുത്. പോയി കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് നാശക്കോട്ടയാവും. എന്നുവെച്ചാൽ ഇതിൻ്റെ ലൈനറുകൾ കത്തിപ്പോവും. അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാലും പുകയും വന്നു കഴിഞ്ഞാലും നിങ്ങൾ 2-3 മണിക്കൂർ ഒന്ന് തണുക്കാൻ സമയം കൊടുക്കുക. തണുത്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് കുറച്ച് നാളും കൂടി ക്ലച്ച് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ നമുക്ക് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്ലൈ വീലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത്, ഫ്ലൈ വീൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഫ്ലൈ വീൽ പൈലറ്റ് ബെയറിംഗ് കുഴപ്പമില്ല, നമുക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. നിങ്ങളത് കാണിക്കാം. ഇതാണ്ടോ ഫ്ലൈ വീലിൽ ഒരുപാട് പിടിച്ചിട്ടില്ല കേട്ടോ. ഫ്ലൈ വീല് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കാണുന്നതാണ് പൈലറ്റ് ബെയറിംഗ് നല്ല ഫ്രീ ആണ് കേട്ടോ. ഇത് ചെറിയ ഉടക്ക് ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പൈലറ്റ് ബെയറിംഗ് മാറണം. ഇത് നമ്മൾ ടാപ്പ് ഗിയർ ഷാഫ്റ്റ് കയറി ഇതിൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബെയറിംഗ് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഗിയർ ടൈറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ടാപ്പ് ഗിയർ ഷാഫ്റ്റ് ഫ്രീ ആവത്തില്ല, എഞ്ചിൻ്റെ കൂടെ കറങ്ങാൻ തുടങ്ങും. ഈ എഞ്ചിൻ കറങ്ങുമ്പോൾ ഫ്രീ മൊത്തത്തിൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ ബെയറിംഗ് ആണ് നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്തൊന്ന് ഫ്രീ ആക്കി കൊടുക്കും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബാക്കി ഈ ഒരു ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കും. ബെയറിംഗ് സ്റ്റക്കാണെങ്കിൽ ടാപ്പ് ഗിയർ ഷാഫ്റ്റും ഇതുപോലെ കറങ്ങാൻ തുടങ്ങും. കറങ്ങിക്കൊണ്ടിരുന്നത് നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ടൈറ്റ് ആവും, ഗിയർ വിഴത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടാപ്പ് ഗിയർ പൈലറ്റ് ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കാം, ഗിയർ ടൈറ്റ് വരാം. ഒന്നുകിൽ ക്ലച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഗിയർ ടൈറ്റ് വരും, അതുപോലെ തന്നെ പൈലറ്റ് ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഗിയർ ടൈറ്റ് വരും. അപ്പോൾ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഈ ബെയറിംഗ് ഒക്കെ മാറിപ്പോകണം. പക്ഷേ ഇത് ഒറിജിനൽ ബെയറിംഗ് ഒരുപാട് കിലോമീറ്റർ ആവാത്ത വണ്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഒരു ഉടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ടൈറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു ബെയറിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഫ്ലൈ വീലൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ക്ലച്ച് ഇട്ട് സെറ്റ് ചെയ്ത് സെൻറ്റർ ചെയ്ത് ഗിയർ ബോക്സും റിലീസ് ബെയറിംഗും സെറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് ചുറ്റുപോയിട്ടൊക്കെ മുടിക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ സ്ലാബ് സിലിണ്ടർ എന്ന് പറഞ്ഞതായി കാണുന്നതാണ് ക്ലച്ച് സിലിണ്ടറാണ്. അപ്പോൾ അത് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലൈ വീലിൽ ക്ലച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് തിരിയാൻ പാടില്ല. നമുക്കിതിൽ എഴുതിയിട്ടുണ്ട് ഫ്ലൈ വീൽ സൈഡിൽ നിന്ന് GB സൈഡ്, ഗിയർ ബോക്സ് സൈഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഡിസ്കിൽ തന്നെ ഒരു തള്ളലുള്ള ഭാഗം GB സൈഡ് കണ്ടോ, ഗിയർ ബോക്സ് സൈഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഗിയർ ബോക്സ് വരുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യണം. തിരിയാൻ പാടില്ല. തിരിഞ്ഞു കഴിഞ്ഞാൽ ഗിയർ വിടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സും ക്ലച്ചും ബോൾട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിലുള്ള ക്ലച്ച് സെൻറ്റർ ചെയ്യണ്ടേ. ക്ലച്ച് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡിസ്ക് കണ്ടോ, ഡിസ്ക് ഫ്രീ സെൻറ്റർ അല്ലെങ്കിൽ ഈ കോണി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിട്ട് മുടുക്കി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് സെൻറ്ററായിട്ട് കയറത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ക്ലച്ച് സെൻറ്റർ കൂടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലച്ച് സെൻറ്റർ. അകത്ത് പൈലറ്റ് ബെയറിങ്ങിനകത്ത് ഇതാണ്ട് ഈ ലോക്ക് കയറി അങ്ങ് പോകും. ഗിയർ ഷാഫ്റ്റ് ഉണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ ക്ലച്ച് സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. സെൻറ്ററാണ് ഇപ്പോൾ കണ്ടോ, ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഇമ്പാക്ടർ ഗണ്ണ് വെച്ചിട്ട് ഇത് ഭയങ്കര സ്പീഡാണ് കേട്ടോ ഇമ്പാക്ടർ ഗണ്ണ്. നമ്മൾ സ്പീഡ് കുറച്ച് ഇത് ലെവലുണ്ട് 1, 2, 3, 4 നമ്മൾ 1 ഇട്ടിട്ടുണ്ട്. 1 ഇട്ടതിന് ശേഷം സ്പീഡ് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഫിംഗർ അടുക്കും. അതിനുശേഷം ഈ ഭാഗത്ത് വരണം. അടുത്തിട്ടുണ്ട്. വീണ്ടും പറഞ്ഞ ഈ ഭാഗത്ത് വീണ്ടും അടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഭാഗത്ത് വരണം. അടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് എല്ലാം അടുത്തതിന് ശേഷം ചുറ്റുപോയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ക്ലച്ച് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് സ്വന്തമായിട്ട് ആരും ചെയ്യരുത്. ഓരോ ബോൾട്ടിനും ഓരോ ടൈറ്റ് ഉണ്ട്. ബോൾട്ട് ടൈറ്റ് കൂടി കഴിഞ്ഞാൽ ബോൾട്ട് ഒടിയും. നമ്മൾ സ്പീഡ് കുറച്ചാണ് ആദ്യം അടിക്കുന്നത്, ലോഡ് കുറച്ചിട്ട്. അതിനുശേഷം നമുക്ക് ഈ സെൻറ്റർ ഊരി എടുക്കണം. ഇപ്പോൾ ക്ലച്ച് സെൻറ്റർ ആയിട്ടുണ്ട് കണ്ടോ, ക്ലച്ച് സെൻറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലൈ വീലിൽ ഒരു ബോൾട്ട് ഇട്ടതിന് ശേഷം കണ്ടോ, ഇതുപോലെ ഒരു ബോൾട്ട് ഇട്ടതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഫ്ലൈ വീൽ കറങ്ങാതെ പിടിച്ച് ഒരു റാച്ചിറ്റോ നമുക്കൊരു എൽറാഡോ വെച്ചിട്ട് ഈ ബോൾട്ടിനെ ടോർക്കിനനുസരിച്ച് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനൊരു ടൈറ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ലോഡ് കുറവാണ്, ടൈറ്റ് കുറവാണ്. ഇങ്ങനെ കറങ്ങാതെ പിടിച്ച് ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു ക്ലച്ച് ഫിക്സഡ് ആവത്തുള്ളൂ.
അപ്പോൾ എല്ലാം ബോൾട്ട് ഒരുപോലെ ടൈറ്റ് ആയിരിക്കണം, ടോർക്കിന് കൊടുക്കണം ഒരേപോലെ ടൈറ്റ് ആയിരിക്കണം. ടോർക്ക് ഓരോ സൈഡ് കൂടിയും കുറഞ്ഞും കഴിഞ്ഞാൽ ഫിംഗർ കറക്റ്റ് ആവത്തില്ല. ഫിംഗർ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു സൈഡ് ഫ്രീ ഒരു സൈഡ് ടൈറ്റും ആയിരിക്കും. അപ്പോൾ ഗിയർ വിടത്തില്ല. ഇതൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റിന് സെറ്റ് ചെയ്താലേ കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ ഇതാണ് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ലോക്ക് ചെയ്ത് പിടിക്കണം ഈ ഫ്ലൈ വീൽ എഞ്ചിൻ കറങ്ങാറ്. അപ്പോൾ ഇത്രയാണ്. നമുക്കിനി റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്ത് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. സേവ് ചെയ്തു. ഈ കാണുന്ന പഴയ റിലീസ് ബെയറിംഗ് നമ്മൾ കറക്കി നോക്കിയപ്പോൾ ചെറിയ മുഴക്കമുണ്ട് കേട്ടോ. ഈ ചെറിയൊരു ഉടക്കം പോലത്തെ സൗണ്ടും ഉണ്ട്, മുഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ റിലീസ് ബെയറിംഗ് ടെക്സ്മി എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കിടന്നിരുന്ന ഒറിജിനലാണ്. പക്ഷേ ഒറിജിനൽ കിട്ടണമെങ്കിൽ കുറച്ച് പണം റേറ്റും കൂടുതലാണ്. ഇത് നമ്മൾ ടെക്സ്മിൻ കമ്പനി ഒരുപാട് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല കമ്പനിയാണ്. പക്ഷേ ഈ ഫോർക്ക് ലിവർ ഉണ്ടോ, ഈ ഫോർക്ക് ലിവറിനകത്ത് ഇതിനകത്ത് ലോക്കുണ്ട്. ഈ ലോക്കിനകത്ത് ഗ്രീസ് ഇല്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രീസിൻ്റെ അംശമില്ല. ഇത് മെറ്റലും പിടിച്ച സൗണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. ക്ലച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് ഈ സൗണ്ട് ലോഡ് കൂടിയത്. അപ്പോൾ ഗ്രീസ് വെച്ച് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഈ ഒരു ലോക്ക് ഉണ്ടോ, ഇതിനകത്താണ് ഈ ബോൾ പോലെ കയറി ലോക്കായി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്രീസ് വെച്ച് സെറ്റ് ചെയ്യണം. റിലീസ് ബെയറിംഗ് ഫിറ്റ് ചെയ്യണം. റിലീസ് ബെയറിംഗിൽ ലോക്കുണ്ട്. ഈ ലോക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഓക്കെ, സെറ്റ് ചെയ്തിട്ട് നോക്കാം. റിലീസ് ബെയറിംഗ് ആയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീസ് ഒരുപാടല്ല, മീഡിയം ലെവലിൽ ഗ്രീസ് ഈ ഒരു ബോളിലും റിലീസ് ബെയറിംഗിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്ന് ഇത് ലോഡായി കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഇന്നോവയുടെ ക്ലച്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക് ഷൂ നോക്കിയപ്പോൾ ബ്രേക്ക് ഷൂ തീർന്നു മട്ടമായി ഇരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലൈനർ കുറച്ച് ഓടാനുള്ളൂ. ഏകദേശം ഒരു 2000 കിലോമീറ്ററിനകത്തൊക്കെ ഓടാനുള്ളൂ. അപ്പോൾ നമ്മൾ 2 സൈഡ് ലൈനർ സെറ്റായിട്ടാണ് കിട്ടുന്നത്. TVS അപ്പാച്ചി ഉണ്ട്, കമ്പനി നെയിമാണ്. അപ്പോൾ ആ TVSൻ്റെ 2 ബ്രേക്ക് ഷൂ എന്ന് പറയും, ബ്രേക്ക് ലൈനർ എന്ന് പറയും. ബ്രേക്ക് ഷൂ സെറ്റായിട്ട് വരുമ്പോൾ ബ്രേക്ക് ഷൂ എന്ന് പറയും. ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലുള്ള ഭാഗത്താണ് ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒട്ടിപ്പ് ടൈപ്പാണ്. പഴയ മോഡൽ ഈ ടാറ്റ സുമോ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ലൈനർ മാത്രമായിട്ട് മാറാൻ പറ്റും, റിവേറ്റ് അടിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ഒട്ടിപ്പാണ്. ഏകദേശം ഫുൾ സെറ്റ് വരുമ്പോൾ TVS 2000 രൂപയ്ക്ക് പുറത്ത് റേറ്റുണ്ട്. നമുക്ക് 2 സൈഡ് സെറ്റായിട്ട് അതുപോലെ തന്നെ ഡ്രം ലേത്തി കൊടുത്ത് പോളിഷ് ചെയ്തെടുത്ത് കറക്റ്റ് ചെയ്യണം. ഈ 2 സൈഡ് മാറണം. പിന്നെ ഡിഫറൻസ് ട്യൂബ് ഓയിൽ നമ്മൾ ചോർത്തി വിടാൻ വേണ്ടി പോകുന്നു. കോയിൽ സ്പ്രിങ്ങും ഷോക്കും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ബാക്കിലെ ബ്രേക്ക് ഷൂവിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങി. ബ്രേക്ക് ഷൂ നമ്മൾ എടുത്തായിരുന്നു TVS അപ്പാച്ചി. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം 1979 4 യൂസ് വിത്ത് ഇന്നോവ കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡ് ബ്രേക്ക് ഷൂ സെറ്റായിട്ടാണ് തരണം കേട്ടോ. 2 സൈഡ് ബ്രേക്ക് ഷൂ സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, കട്ടിയുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിക്ക് ഒന്ന് പിടിച്ച് ഡ്രമ്മും പോളിഷ് ചെയ്തിടുമ്പോൾ കുറച്ചുകൂടി നല്ല ബ്രേക്ക് ആയിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയൊരു പശ പോലെയുണ്ട് ഇതിൻ്റെ മേളിലായിട്ട്. അത് എടുത്ത് കളയുമ്പോഴേ നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഓടി സെറ്റാകുമ്പോൾ നല്ല ബ്രേക്കാവും. അതിനുശേഷം ഒരു 10,000 ഓടിയതിന് ശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 10ലും ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ എന്നാൽ നല്ല ബ്രേക്കിംഗ് സിസ്റ്റം കിട്ടും. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കിട്ടും. പിന്നെ ബ്രേക്ക് പേഡ് ലാസ്റ്റ് ചെയ്യും. ബാക്കിൽ ബ്രേക്ക് ലൂസ് ആകുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പേഡ് പെട്ടെന്ന് തീരും. അപ്പോൾ ബാക്കിൽ ഒരുപോലെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 വീൽ ഒരുപോലെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ 4 വീലിലെ ബ്രേക്ക് ഷൂം ബ്രേക്ക് പേഡും നല്ല കിലോമീറ്റർ ലൈഫ് കിട്ടും. സംഭവം നമ്മൾ ബാക്ക് ക്ലീൻ ചെയ്യാതെയും സെറ്റ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് പേഡ് പെട്ടെന്ന് തീരും. ഫ്രണ്ടിൽ ലോഡ് കൂടി ഫ്രണ്ട് ബ്രേക്ക് പേഡ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കിട്ടും. ബ്രേക്ക് പേഡിനും ബ്രേക്ക് ഷൂനും അതുപോലെ തന്നെ ബ്രേക്കിനും നമ്മൾ ബ്രേക്ക് പെഡൽ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് കിട്ടും. ഹാൻഡ് ബ്രേക്കും നല്ലതായിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡും നമുക്ക് ഇളക്കി സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. വീൽ സിലിണ്ടറൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. നമ്മളിപ്പോൾ സർവീസ് വർക്കിനായിട്ട് എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, കൂളൻ്റ്, ഹൗസിംഗ് ഓയിൽ, ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എഞ്ചിൻ ഓയിൽ ഏതെടുത്തെന്ന് വെച്ചാൽ എനിയോസ് എന്ന് പറഞ്ഞ കമ്പനി 5W30 ഫുള്ളി സിന്തറ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3.5 വെച്ചിട്ടാണ് 7 ലിറ്റർ എഞ്ചിൻ ഓയിലാണ് വരുന്നത്. നമ്മൾ ബക്കറ്റ് വരും, ഒരു ക്യാനായിട്ട് വരും. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് ഇതിൽ MRP വരുമ്പോൾ 2,405 രൂപ റേറ്റ് ഉണ്ട്. നമുക്ക് കസ്റ്റമറിന് നല്ല റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. എൻയോസ് ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ഓയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എൻ്റെ വണ്ടിയിൽ, എൻ്റെ ടാറ്റ മാൻസയിൽ ഇതേ സെയിം എഞ്ചിൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് പവർ കിട്ടും, അതുപോലെ തന്നെ മൈലേജ് കിട്ടും. മൈലേജ് നല്ല കിലോമീറ്റർ അധികം കിട്ടും. ഇത് നമുക്ക് 10,000 കിലോമീറ്റർ നമുക്ക് മസ്റ്റായിട്ട് ഓടാം. ഏകദേശം ഒരു 13,000-14,000 കിലോമീറ്ററൊക്കെ ഈ ഓയിൽ ഓടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ 10,000 കിലോമീറ്റർ ആകുമ്പോൾ 1 വർഷ കാലാവധിയിൽ എഞ്ചിൻ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാഹനത്തിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല മൈലേജ് കയറും, സൗണ്ട് നല്ല സ്മൂത്താണ്, പവറും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പവറുണ്ട്.
പിന്നെ വൈബ്രേഷനൊക്കെ കുറയും. അതെല്ലാം ആണ് ഇത് സിന്തറ്റിക് ഓയിൽ ഒഴിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ. ഈ ഏകദേശം ഇതിൻ്റെ 4,800 വരും, 4,500 നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമറിന്. അപ്പോൾ ഇതാണ് എഞ്ചിൻ ഓയിൽ, 7 ലിറ്റർ എഞ്ചിൻ ഓയിൽ 3.5 വരെ 2 ക്യാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ENEOSൻ്റെ ഗിയർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 7590. ഇതും ഫുള്ളി സിന്തറ്റിക്കാണ്. ഇത് ഗിയറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലും കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞാലും ഭയങ്കരമായിട്ട് ചൂടാവും തോറും സ്മൂത്തായിക്കൊണ്ടിരിക്കും ഗിയർ. നമ്മൾ ഇടുന്ന പോലും അറിയത്തില്ല, അത്രയ്ക്ക് സ്മൂത്താണ്. 2.5 ലിറ്റർ വരും, ഏകദേശം 1350 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 2.5 ലിറ്റർ വരുമ്പോൾ 2.25 അടുപ്പിച്ച് വരുന്നുണ്ട് ഇന്നോവയ്ക്ക്. അതുപോലെ തന്നെ ഡൂറോ കൂൾ എന്ന് പറഞ്ഞാൽ റെഡ് കൂളൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹൗസിംഗ് ഓയിൽ ENEOSൻ്റെ 2 ലിറ്റർ ഹൗസിംഗ് ഓയിൽ നമുക്ക് ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഇത്രയും കാര്യം കൂടി നമുക്ക് കിട്ടാനുണ്ട്. 5W30 ഫുള്ളി സിന്തറ്റിക്. ഇതിൽ റെക്കമെൻഡ് ചെയ്ത് വരണമെന്ന് വെച്ചാൽ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻ കാർ ഫ്രം മാരുതി, സുസുക്കി, ഹുണ്ടായി, ടൊയോട്ട ആൻഡ് അതർ മാനുഫാക്ചർ. അങ്ങനെ ക്ലച്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഹനം ഓടിച്ച് നോക്കി. ക്ലച്ചൊക്കെ ഭയങ്കര സ്മൂത്തായി. നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയാണെന്ന്. നമുക്ക് ഒരു വിരളിൽ തന്നെ ക്ലച്ച് ഓട്ടാം. അങ്ങനെ നമ്മൾ വാഹനം തിരിച്ചിട്ട് കേട്ടോ, റാമ്പിൽ തിരിച്ചിട്ടതിന് ശേഷം ഹൗസിംഗ് ഓയിൽ ചോർത്തി, ഹൗസിംഗ് ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഒരാൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇതിലുള്ള ടയറോഡൻ്റ് പോയിട്ടുണ്ട് കണ്ടോ. ഈ എൻഡ് നല്ല ലൂസായി പോയി. ടയറോഡൻ്റ് ഈ എൻഡിലാണ് വീൽ അലൈൻമെൻറ്റ് പറഞ്ഞത്. ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിലും ടയറോഡൻറ്റിലും ത്രെഡ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് വീൽ അലൈൻമെൻറ്റ്. ഇത് ഷേക്ക് ആയി കഴിഞ്ഞാൽ വീല് ചെറിയ അടിപ്പുണ്ടാവും, കിടുകിട സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആകത്തില്ല, വീല് ടയർ വെട്ടി തേയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് 2 സൈഡ് ടയറോഡൻ്റ് മാറണം. ലിങ്ക് റോഡ് കൊള്ളാം, ഫ്രണ്ട് സ്റ്റഡ് കൊള്ളാം. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അപ്പർ ബോൾ ജോയിൻറ്റ്, ഇത് അപ്പർ ആമാണ്, താഴെ വരുമ്പോൾ ലോവർ ആമാണ്. അപ്പർ ആം, ലോവർ ആം, ഈ രണ്ടിലും 2 ബോൾ ജോയിൻ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് കറങ്ങാനായിട്ട് എന്ന് വെച്ചാൽ വീല് തിരിയാനായിട്ടുള്ള ബോൾ ജോയിൻ്റ് ഉണ്ട്. ബോൾ ജോയിൻ്റ് ആയിട്ട് വരും, ബോൾ ജോയിൻറ്റ്. അപ്പോൾ ആ ബോൾ ജോയിൻറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മുകളിലത്തെ ബോൾ ജോയിൻറ്റ് ഷേക്കുണ്ട്. ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവർ നമ്മൾ താഴോട്ടാക്കിയപ്പോൾ കിടുകിട അടിപ്പുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 സൈഡും ചെറിയ കിടപ്പുണ്ട്. 2 സൈഡും ബോൾ ജോയിൻറ്റും മാറി. ഈ അപ്പുറം നമുക്ക് ഇളക്കിയെടുത്താലേ മാറാൻ കഴിയത്തുള്ളൂ. ലേത്തി കൊണ്ടുപോയി ഹൈഡ്രോളിക് പ്രസ് ചെയ്ത് കയറ്റണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ടയറോഡൻ്റ് മാറ്റണം കറക്റ്റ്. എന്നിട്ട് വീൽ അലൈൻമെൻറ്റ് നമുക്ക് ചെയ്യണം. ഫ്രണ്ട് ബ്രാക്ക് പേഡൊക്കെ അത്യാവശ്യം ഫുള്ളാണ് ഓടാനായിട്ട്. ഇടയ്ക്ക് മാറിയതാണ് കസ്റ്റമർ. പിന്നെ ബ്രാക്ക് പേഡ് കാലിബർ അടിയുണ്ട്, അതെല്ലാം നമ്മൾ തീർത്ത് കൊടുക്കുന്നതായിരിക്കും. 2 സൈഡും നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. കൂടുതലും പോയിട്ടുള്ളത് വലത് സൈഡാണ് കേട്ടോ. വലത് സൈഡ് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് മേളയിൽ നിന്ന് ഇങ്ങനെ ഷേക്കായിട്ട് നോക്കിയപ്പോൾ കിടുകിടാ അനങ്ങയാണ് കേട്ടോ. ടിക്കിന് അടിക്കണുണ്ടോ, സൗണ്ട് കണ്ടോ? ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടിക്കുമ്പോൾ കണ്ടോ നല്ല സൗണ്ടാണ്, ടിക്കിന് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബോൾ ജോയിൻറ്റ് സ്റ്റിയറിങ്ങിൽ ആ ഒരു അടി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ടയറോടന്നെ ഷേക്കുണ്ട്. 2 സൈഡ് മാറി സെറ്റ് ചെയ്ത് വിടണം എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് അപ്പറാം അസംബ്ലി എന്ന് പറഞ്ഞാൽ. അപ്പറാമും 2 ബുഷ് വരുന്നുണ്ട്. ഈ ബുഷൊന്നും കട്ടായിട്ടൊന്നുമില്ല, യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഇതാ ഈ അപ്പറാം ബോൾ ജോയിൻറ്റ് നല്ല ലൂസാണ് കേട്ടോ. ഇത് നല്ല ഷേക്കാണ്, ടിക്കിന് അടിപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല ഷേക്കാണ്, മുമ്പോട്ടും ബാക്കിലോട്ടൊക്കെ നല്ല ഷേക്കഡാണ്. അപ്പോൾ ഇതിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് ഇളക്കി നമുക്ക് ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് മാറ്റണം. അപ്പോൾ നമ്മൾ സ്പെയർ മേടിച്ചായിരുന്നു. റാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ജോയിൻ്റാണ്. അത്യാവശ്യം ഒന്നിന് 1050 രൂപ റേറ്റ് ഉണ്ട്. പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ടൊയോട്ട ഇന്നോവ. അപ്പർ ബോൾ ജോയിൻറ്റ് 1050 രൂപ. അപ്പോൾ ഇത് 2 എണ്ണം നമ്മളെടുത്തു. അതുപോലെ തന്നെ ടയറോഡൻ്റ് വന്നിട്ട് ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതും അത്യാവശ്യം ഈ 2 കമ്പനിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പെയറാണ്. 2 എണ്ണം കൂടി 1232 രൂപ ഉണ്ട് കേട്ടോ. പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, ടൊയോട്ട ഇന്നോവ. ഇത് ടയറോഡൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതാണ് ടയറോഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലൊരു ബൂട്ടിൽ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വണ്ടി കൊണ്ടുവരുന്ന സമയത്തൊന്നും ബൂട്ട് കീറാതിരിക്കാനുള്ള ക്യാപ്പാണ്. അപ്പോൾ ഇത് ഇളക്കിയിട്ട് ഇത് ടയറോഡൻ്റ് സ്റ്റിയറിംഗ് ബോൾ ജോയിനിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം സ്പ്ലിറ്റ് പിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ലോക്ക് ചെയ്ത് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ് ഊരി പോകത്തില്ല. നെറ്റ് ഊരി പോയി കഴിഞ്ഞാൽ പിന്നീട് ഊരി പോയി കഴിഞ്ഞാൽ ടയർ ഒരു സൈഡ് കൊണ്ട് തിരിഞ്ഞു പോകും, പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു സ്പ്ലിറ്റ് പിന്ന് എല്ലാ വാഹനത്തിലും കൊടുക്കുന്നത് കേട്ടോ. സ്പ്ലിറ്റ് പിന്ന് ലോക്ക് ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്ന. ബോൾ ജോയിൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ബോൾ ജോയിൻറ്റ് നമുക്ക് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബൂട്ടൊക്കെ ഇളക്കണം, ഗ്രീസ് വയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റിങ് കൊടുത്തിട്ടുണ്ട്, ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് ഇതെല്ലാം നമുക്ക് ഇളക്കി ഇതിലോട്ട് ഫിക്സ് ചെയ്തിടണം. അങ്ങനെ ഇന്നോവയുടെ വർക്കെല്ലാം ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആവാറായി. നമ്മൾ സസ്പെൻഷൻ്റെ വർക്ക് കഴിഞ്ഞു, ക്ലച്ചിൻ്റെ വർക്ക് കഴിഞ്ഞു, സർവീസ് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ചെയ്യേണ്ടത് ജാക്കി ഇറക്കി വീൽ അലൈൻമെൻറ്റ് നോക്കണം. ഒരു 10-20-30 കിലോമീറ്റർ മുന്നേ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറിനെ, പോകുന്ന വഴിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റിയ സ്പെയറൊക്കെയാണ് ഇതായി കാണുന്നത്. നമ്മൾ സർവീസ് വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ് 3 ലിറ്റർ, അതുപോലെ തന്നെ ഓയിൽ 7 ലിറ്റർ,
ഗിയർ ഓയിൽ 2.5 ലിറ്റർ, ഹൗസിംഗ് ഓയിൽ 2 ലിറ്റർ, അങ്ങനെ നമ്മൾ എല്ലാം ചേഞ്ച് ചെയ്തു. മാറ്റിയ ഓയിലൊക്കെ എനിയോസിൻ്റെ ഓയിലും ഡൂറോക്കൂളിൻ്റെ കൂളൻ്റൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് നമ്മൾ മാറ്റിയ സ്പെയറുകളാണ്. ക്ലച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലുക്കിൻ്റെ ക്ലച്ച്, ടെക്സ്പിൻ്റെ റിലീസ് ബെയറിങ്, ഇതായി കാണുന്ന റിലീസ് ബെയറിങ്. പിന്നെ ഡീസൽ ഫിൽറ്ററാണ് ഇതായി കാണുന്നത്. ഡീസൽ ഫിൽറ്റർ അത്യാവശ്യം നല്ല കറുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഡീസൽ ഫിൽറ്റർ മാറുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ഡീസൽ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പർ ബോൾ ജോയിൻറ്റ് 2, റിലീസ് ബെയറിങ്, ടയറോഡൻ്റെ 2 എണ്ണം, അതിൻ്റെ ബൂട്ട്, ക്ലച്ച്, പിന്നെ ബ്രാക്ക് ഷൂ, ബാക്കിൽ വരുന്ന ബ്രാക്ക് ഷൂ. നമ്മൾ 2 സൈഡ് ഡ്രം ലൈത്തി കൊടുത്ത് പോളിഷ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ലൈത്തി കൊടുത്ത് അപ്പുറം ബോൾ ജോയിൻ്റൊക്കെ മാറി. പിന്നെ സർവീസ് വർക്കുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ജനറൽ ചെക്കപ്പ് ഉണ്ട്. നമുക്ക് ഓടിച്ചൊക്കെ നോക്കി ലീക്കും കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ എല്ലാം മൊത്തത്തിലും നോക്കണം. ഹൗസിംഗ് ഓയിൽ നോക്കണം, ഗിയർ ഓയിൽ നമുക്ക് ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം, എഞ്ചിൻ ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് ലീക്ക് നോക്കണം, കൂളൻ്റ് ചെക്ക് ചെയ്യണം, ലെവൽ ചെക്ക് ചെയ്യണം. കുറച്ച് ഓടി ഒരു 10 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് കസ്റ്റമറിന് പിറ്റേ ദിവസം വണ്ടി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. വാട്സപ്പ് നമ്പറാണ്. വിളിച്ചാൽ കിട്ടത്തില്ല, മെസ്സേജ് അയയ്ക്കുക, ഞാൻ സമയമുള്ളപ്പോൾ റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ടൊയോട്ടോ ഇന്നോവയുടെ സസ്പെൻഷൻ വർക്ക്, അതുപോലെ തന്നെ ക്ലച്ച് വർക്ക്, സർവീസ് വർക്ക്, ബ്രേക്ക് വർക്ക്, ഒരു വണ്ടിയുടെ A to Z വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കി ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻ്റ് ഉള്ള ഭാഗം നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ വന്നിട്ട് നോക്കി വണ്ടി ഓടിച്ച് നോക്കണം. സംഭവം എന്ന് പറഞ്ഞാൽ ക്ലച്ചൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എനിയോസിൻ്റെ 5W30 75 90 ഗിയർ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചുകൊണ്ട് ഗിയറൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. എൻജിൻ വൈബ്രേഷനൊക്കെ മാറി ഭയങ്കരമായിട്ട് സൈലൻറ്റ് സൗണ്ട് ആയിട്ടുണ്ട് നല്ല പോലെ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിരലിൽ ക്ലച്ച് ചവിട്ടാമെന്നുള്ളതാണ്. ഈ ഒരു ഇന്നോവ ഇത്രയും വലിയ ഒരു വാഹനത്തിന് ഒരു വിരലിൽ നമുക്ക് ക്ലച്ച് ചവിട്ടാമെന്നുള്ളതാണ് ഫുള്ളായിട്ട്. കണ്ടോ, അത്രയ്ക്ക് സ്മൂത്താണ്. നമുക്ക് ചെറിയ വിരൽ കൊണ്ട് നമുക്ക് ചവിട്ടാം, അത്രയ്ക്ക് സ്മൂത്താണ് ഈ ഒരു ഇന്നോവയുടെ ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താങ്ങി ചവിട്ടി വെക്കാൻ പാടില്ല. ക്ലച്ച് താങ്ങരുത്, എങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാം, ക്ലച്ച് പെട്ടെന്ന് തീരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഗിയർ ഇട്ട് നോക്കാം. ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടിട്ടുണ്ട്. 3, 4, 5 റിവേഴ്സ് എല്ലാ ഗിയറും ഇട്ട് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിനി 10 കിലോമീറ്റർ വാഹനം ഓടിച്ച് നോക്കണം. എൻജിൻ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അന്യായ സൈലൻ്റ് ആയിട്ടുണ്ട്. വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. വണ്ടി ഇനി ഓടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല വലിവാവും, മൈലേജ് കിട്ടും, പവർ കിട്ടും. ഇങ്ങനെയായിരിക്കും നിങ്ങൾ സർവീസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാൻഡ് ബ്രേക്കൊക്കെ 2 പല്ല് പിടിച്ചാൽ മാത്രം മതി. ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ, മാക്സിമം 3 പല്ല് പിടിച്ചാൽ മതി, വണ്ടി നിൽക്കുന്നതായിരിക്കും. കസ്റ്റമറിൻ്റെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്നുകൂടി ബാക്ക് വീൽ അഴിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്തിടണം, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യണം, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറണം. ഡീസൽ ഫിൽറ്റർ നമുക്ക് 20,000 ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ ഹൗസിംഗ് ഓയിൽ 20 മാക്സിമം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ. ഹൗസിംഗ് ഓയിലൊക്കെ നല്ല കറുത്തിട്ടുണ്ട്, ഗിയർ ഓയിലും അതുപോലെ കറുത്തിട്ടുണ്ട്. അപ്പോൾ 20 വെച്ച് മാറിപ്പോയി, 20,000 വെച്ച് മാറിപ്പോയി അത്ര നല്ലതായിരിക്കും. എഞ്ചിൻ ഓയിലെല്ലാം 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷ കാലാവധിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. സിന്തറ്റിക് ഓയിലാണെങ്കിൽ നിങ്ങൾ 15-40 ഓയിലാണെങ്കിൽ ഒരു 7,000 6,000 നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൂരം നിന്ന് വരുവാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്യുക. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.